ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് വളരെയധികം കാലിക പ്രസക്തമായ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള, അത് വിവാഹം കഴിച്ചവരാണെങ്കിലും കഴിക്കാൻ നിൽക്കുന്നവരാണെങ്കിലുമൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ത്വലാഖുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് ത്വലാഖ് വിവാഹം കഴിച്ച ആളുകൾക്കിടയിൽ വർദ്ധിക്കുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് നമ്മൾ സ്വീകരിക്കേണ്ട പ്രതിവിധികൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ത്വലാഖ് എന്നുള്ളത് ദീനുൽ ഇസ്ലാം ഹറാമാക്കിയ കാര്യമല്ല. ത്വലാഖ് എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ ദീനീപരമായി നമ്മൾ പാലിക്കേണ്ട എല്ലാ വിധിവിലക്കുകളും അല്ലെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കാൻ ശ്രമിച്ച് ഒരു നിലയ്ക്കും അത് ശരിയാകുന്നില്ല, ഒരു പ്രതിവിധിയും അത് ഫലപ്രദമാകുന്നില്ല എന്ന സന്ദർഭത്തിൽ ഏറ്റവും അവസാനത്തെ പടിയെന്നോണം ചെയ്യുന്ന പ്രവർത്തനമാണെന്ത്, അതിന് ആ ഒരു സന്ദർഭത്തിൽ മാത്രം ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ത്വലാഖ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിലേക്ക് എത്താത്തിടത്തോളം ഒരാൾ ത്വലാഖിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അതിലേക്ക് ധൃതി പിടിച്ച് കടന്നു ചെല്ലുക എന്നുള്ളത് അത് ശൈത്താനിൻ്റെ കുതന്ത്രങ്ങളിൽപ്പെട്ട കുതന്ത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസുകൾ വന്നതായി കാണാൻ സാധിക്കും. ശൈത്താൻ എന്ത് ചെയ്യും? ഇബ്ലീസ്, അവൻ്റെ അർശ് അത് വെള്ളത്തിൻ്റെ മുകളിലാണ്. അവിടെ ഇബ്ലീസിൻ്റെ അടുക്കൽ അവൻ്റെ സൈന്യങ്ങളുണ്ടാകും. ഓരോരുത്തരെയും ഇബ്ലീസിൻ്റെ അടുക്കൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇബ്ലീസിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഇബ്ലീസ് അദ്ദേഹത്തിനെ, ആ ശൈത്താനിനെ എന്ത് ചെയ്യാൻ? പുകഴ്ത്താൻ, പ്രോത്സാഹിപ്പിക്കാൻ. അപ്പോൾ ഓരോരുത്തരും അവരവർ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുമ്പോൾ പല ആളുകളും പല പ്രവർത്തനം, ഞാൻ ഇയാളെ ഇങ്ങനെ ഒക്കെ പറയിപ്പിച്ചു, ഒരാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു എന്ന് പല ആളുകളെ സംബന്ധിച്ചും പല രൂപത്തിൽ പറയുമ്പോൾ ഇവരൊക്കെയും ഇബ്ലീസ് വലിയ കാര്യമൊന്നും ആക്കില്ല, അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതല്ലേ, അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയും. അങ്ങനെ അവസാനം ഒരു ശൈത്താൻ പറയും, ഞാൻ ഒരു ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിൽ കടന്നു കയറുകയും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ അവസാനം അവരെ തമ്മിൽ ത്വലാഖിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ ശൈത്താൻ എന്താ അയാളോട് പറയുന്നത്? നിഅമ അൻത, നീ ഭയങ്കര സംഭവമാണ്, നീ ഉഷാറാണ്. ഇബ്ലീസ് ആ ശൈത്താനോട് പറയുന്നതാണ്. എന്നുവെച്ചാൽ ഇബ്ലീസിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്, പ്രവർത്തനമാണ് ഒരു ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കുക, അവർക്കിടയിൽ ഇണക്കമില്ലാതാക്കുക എന്നുള്ളത്. വളരെയധികം നമ്മൾ ഒരു മനസ്സിൽ ശ്രദ്ധിക്കേണ്ട, ഇബ്ലീസിൻ്റെ ഒരു അജണ്ടയായി അവൻ കൊണ്ടു നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്വരച്ചേർച്ച ഇല്ലാതാക്കുക എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഇത്രയധികം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരിശ്രമിക്കുന്നതിനാന്ന് വെച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സമൂഹം എന്ന് പറയുന്നത് കുറേ വീടുകളാണ്. ഒരു സമൂഹം എന്ന് പറയുന്നത് കുറേ വീടുകളാണ്. വീട്ടിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഒരു ഭാര്യയും ഭർത്താവും.
ഇവർ രണ്ടുപേരും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതായി കഴിഞ്ഞാൽ, അവർ തമ്മിൽ ഇണക്കത്തിലല്ലാതായി കഴിഞ്ഞാൽ വീട് മൊത്തം പ്രശ്നത്തിലാവും. വീടുകൾ മൊത്തം പ്രശ്നത്തിലായാൽ പിന്നെ ആ നാട് മുഴുവൻ പ്രശ്നത്തിലാവും. എന്നുവെച്ചാൽ ഒരു സമൂഹം നന്നാകുന്നത് അത് വീടുകൾ നന്നായി തുടങ്ങുമ്പോഴാണ്. വീടുകളിലാണ് അതിൻ്റെ മാറ്റം ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. അതേപോലെ നേരെ തിരിച്ചും ഒരു സമൂഹം വൃത്തികെട്ട മോശം അവസ്ഥയിലേക്കായി പോകുന്നതിൻ്റെ തുടക്കം എവിടെയാണ്? വീടുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഇത്രയും പ്രിയങ്കരമായി തീർന്നതുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ത്വലാഖിന് തുടക്കത്തിൽ അതിൻ്റെ ദീനിലുള്ള ചെറിയ ചെറിയ വിധിവിലക്കുകൾ പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദീനുൽ ഇസ്ലാമിൽ ഒരുപാട് കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇണക്കമുണ്ടാവാൻ, പിണക്കം വരാതിരിക്കാൻ ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ എടുക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല ഭാര്യയെ, പ്രത്യേകിച്ചും ദീനിൽ അങ്ങേയറ്റം മികവുള്ള നല്ല സ്വഭാവമുള്ള ഒരു ഭാര്യയെ തിരഞ്ഞെടുക്കാൻ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് നിക്കാഹിന് മുമ്പേ ആ പെൺകുട്ടിയെ കാണാൻ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക, ഇടപഴകുക, അങ്ങനെ കുറേ വിഷയങ്ങൾ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുക എന്നുള്ളത് വൈവാഹിക ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നേരെ തിരിച്ചും ഏതൊക്കെ സന്ദർഭങ്ങളിലാണോ ത്വലാഖ് ഉണ്ടാവാൻ ഏറ്റവും ചാൻസ് ഉള്ളത്, ആ സന്ദർഭങ്ങളിൽ ഒന്നിലും ത്വലാഖ് ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാവാനും സ്വരച്ചേർച്ച ഇല്ലാതിരിക്കാനും ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സന്ദർഭങ്ങളിലൊന്നും ത്വലാഖ് ദീൻ പഠിപ്പിച്ചിരുന്നില്ല. അതിൽപ്പെട്ടതാണെന്ത്? ഹൈദുള്ള സമയത്ത്. ഹൈദുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ത്വലാഖ് ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഹൈദുള്ള സമയത്ത് ത്വലാഖ് ചെയ്തു എന്ന വിവരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ദേഷ്യപ്പെടുക. എന്നിട്ട് അദ്ദേഹത്തോട് അവരുടെ ഭാര്യയെ തിരിച്ചെടുക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അവളെ തിരിച്ചെടുക്കുകയും അവൾ ശുദ്ധിയാവുകയും എന്നിട്ട് വീണ്ടും ഹൈളാവുകയും വീണ്ടും ശുദ്ധിയാവുകയും എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്തോട്ടെ, ത്വലാഖ് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് കൽപ്പിക്കുക. അതേപോലെ തന്നെ ഒരു ഹൈള് കഴിഞ്ഞ് ശുദ്ധിയായി ആ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ത്വലാഖ് ചെയ്യാൻ പാടില്ല. ത്വലാഖ് എന്നുള്ളത് അവൾ ഹൈള് കഴിഞ്ഞ് ശുദ്ധിയായി പിന്നെ മറ്റ് ലൈംഗിക ബന്ധത്തിലൊന്നും ഏർപ്പെടാത്ത സന്ദർഭമാണെങ്കിൽ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യാവൂ? ത്വലാഖ് ചെയ്യാവൂ. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങൾ ഞാൻ സമയമുണ്ടെങ്കിൽ അവസാനം പറയാം. ഒരുപാട് തരത്തിൽ ഒരുപാട് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദീനുൽ ഇസ്ലാം ത്വലാഖ് ഉണ്ടാകുന്നത് വളരെയധികം കുറയാനും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ അടച്ചു വയ്ക്കാനും അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചില പരമാവധി ത്വലാഖ് ഇല്ലാതിരിക്കാൻ, പരമാവധി ദാമ്പത്യ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ള ദീനുൽ ഇസ്ലാം താല്പര്യപ്പെടുന്ന കാര്യമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഭർത്താവിൻ്റെ ചില പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട ഇടപെടലുകൾ, അല്ലെങ്കിൽ ദീനിൽ പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ത്വലാഖിലേക്ക് എത്തുന്ന ചില കാരണങ്ങൾ എന്നാണ് ആദ്യം പറയാനുള്ളത്. അതിലൊന്നാമത്തേത് ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരെ അങ്ങേയറ്റം അവഗണിക്കുക എന്നുള്ളതാണ്. അവരെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം എന്നുള്ളത് ഭർത്താവിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി
ഭാര്യയുടെ അടുത്ത് ഇടപഴകുകയോ അവളുമായിട്ട് കിടപ്പറ പങ്കിടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഭർത്താവിൻ്റെ കാര്യം മാത്രം ആ രൂപത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ സ്വന്തം കാര്യത്തിൽ മുഴുകുന്നത്, അങ്ങനെ ബിസിയാകുന്നത് ഇബാദത്തുകൾ കൊണ്ടാണെങ്കിൽ പോലും അത് വളരെയധികം വിമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഒരാൾ സുന്നത്തായ വാജിബുകൾ എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്കത് പൂർത്തീകരിക്കുക തന്നെ വേണം, അതിലൊരു വിഷയമൊന്നുമില്ല. പക്ഷെ അതിൽ കവിഞ്ഞ് സുന്നത്തായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടൊരാൾ തൻ്റെ ഭാര്യയോട് പാലിക്കേണ്ട അവകാശങ്ങൾ പാലിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അതുപോലും ശക്തമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നത്. അതിൽപ്പെട്ടതാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇതേപോലെ വളരെയധികം ഇബാദത്തിലായി മുഴുകിയ വ്യക്തിയാണ്. ഇബാദത്തുകൾ അങ്ങേയറ്റം ചെയ്യാൻ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ്. ഈ സ്വഹാബി രാത്രി മുഴുവനും നിസ്കരിക്കും. രാത്രി മുഴുവൻ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ എന്താ, രാത്രി ഭാര്യയുടെ അടുക്കലേക്ക് പോകൂല. പകല് മുഴുവൻ നോമ്പുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയെ ഉപദേശിക്കുന്ന എങ്ങനെയാ, നീ അങ്ങനെ ചെയ്യരുത്, ഈ പറഞ്ഞ രൂപത്തിൽ നീ ചെയ്യരുത്. സും വ അഫ്തിർ, നീ നോമ്പെടുക്കുകയും വേണം, നോമ്പെടുക്കാതിരിക്കുകയും വേണം. സുന്നത്തായ നോമ്പുകൾ എടുക്കുകയും വേണം, എടുക്കാത്ത ദിവസങ്ങളും വേണം. വഖും വനം, നീ രാത്രി നിസ്കരിക്കുകയും വേണം, രാത്രി ഉറങ്ങുകയും വേണം. ഫഇന്ന ലിജസദിക അലൈക ഹഖ്ഖ, നിനക്ക് തീർച്ചയായും നിന്റെ ശരീരത്തോട് ഒരു ബാധ്യതയുണ്ട്. വഇന്ന ലിഐനിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ കണ്ണിനോട് ബാധ്യതയുണ്ട്. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ ഭാര്യയോടും കടമകളുണ്ട്. ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖ, മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ള, നീ ആർക്കൊക്കെ എന്തൊക്കെ കടമകൾ പൂർത്തീകരിക്കാനുണ്ടോ ആ കടമകളൊക്കെ നീ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ആ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് അദ്ദേഹം ഒരിക്കലും എവിടെയെങ്കിലും ടൂറ് പോവേ അല്ലെങ്കിൽ കറങ്ങിയടിക്കാൻ പോവുക അങ്ങനെയൊന്നും ചെയ്തിട്ട് ഭാര്യയെ പരിഗണിക്കാതിരിക്കുന്നതല്ല. ഒരു മോശത്തൊരാൾ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഭാര്യയെ നോക്കാൻ സമയം കിട്ടാത്തത് അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ അത്രയും വലുതായതുകൊണ്ടാണ്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളായതുകൊണ്ടാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിമർശിക്കുക, അങ്ങനെ ചെയ്യരുത്. ഇതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം ഹദീസുകളിൽ വന്നതായിട്ട് കാണാം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും അബൂദർദ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരെയും മദീനത്തേക്ക് മുഹാജിറുകൾ ഹിജറ ചെയ്തു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം സഹോദരന്മാരാക്കി നിശ്ചയിച്ചിരുന്നു. എന്നുവെച്ചാൽ മുഹാജിറുകൾപ്പെട്ട ഒരാളെയും അൻസാരികൾപ്പെട്ട ഒരാളെയും പരസ്പരം സഹോദരനായി നിശ്ചയിച്ച അങ്ങനത്തെ ഒരു വിധി ദീനിൽ ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ എടുത്തു മാറ്റപ്പെട്ടു. ആ സന്ദർഭത്തിൽ സ്വന്തം സഹോദരനെ പോലെയാണ് എല്ലാ നിലയ്ക്കും. ഒരു സഹോദരനുള്ള എല്ലാ കടമകളും ഒരു അൻസാരിക്ക് മുഹാജിറിനോടുണ്ട്. ആരെയാണോ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത അവർക്ക്. അങ്ങനെ അബൂദർദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാരിയാണ്. അദ്ദേഹത്തിന് സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് മക്കയിൽ നിന്ന് ഹിജറ ചെയ്തു വന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു ദർദ, അവരെ തീരെ അലങ്കാരമില്ലാതെ വളരെ മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ വളരെയധികം ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയ ഒരു, തൻ്റെ ശരീരത്തിലോ സൗന്ദര്യത്തിലോ ഒരു ശ്രദ്ധയും ഇല്ലാത്തൊരു സ്ത്രീ, ആ ഒരു രൂപത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു അബൂദർദ റളിയല്ലാഹു അൻഹു ഭാര്യയെ കാണും. അന്ന് പിന്നെ ഹിജാബിന്റെ ആയത്തുകളൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ കണ്ടപ്പോൾ ഈ രൂപത്തിലാണ് കാണുന്നത്. അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ഒരു കോലത്തിൽ എന്താ? അപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അവരുടെ ഭാര്യ പറയാണ്, നിങ്ങളുടെ സഹോദരൻ എന്തില്ല, എൻ്റെ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയില്ല, എന്നോട് പാലിക്കേണ്ട ബാധ്യതകളിലോ അവകാശങ്ങളിലോ ഒന്നും അദ്ദേഹം യാതൊരു ശ്രദ്ധയും പാലിക്കുന്നില്ല എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയും. അപ്പോൾ അന്നേ ദിവസം അബൂദർദ റളിയല്ലാഹു അൻഹു രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ
അതായത് കുറച്ച് രാത്രിയാവുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ അബൂദർദ റളിയല്ലാഹു അൻഹു ഭക്ഷണം സൽമാൻ ഫാരിസിക്ക് അതിഥി സഹോദരനാണല്ലോ, ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? താങ്കൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ കഴിക്കൂല, താങ്കൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അബൂദർദ റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷണം കഴിപ്പിച്ചു. രാത്രിയായപ്പോൾ എന്ത് ചെയ്താണ്? അദ്ദേഹം നിസ്കരിക്കാൻ പോവാണ്. പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. പറഞ്ഞു വിട്ട് കുറച്ചേരം ഇങ്ങനെ വീണ്ടും വന്നു, വീണ്ടും പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അവസാനം രാത്രി അവസാനത്തെ സമയമായപ്പോൾ ഇനി എഴുന്നേറ്റോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്നോട് ഈ ദുൽമിലെ നോമ്പുകാരനെ നോമ്പ് മുറിപ്പിച്ചു. നോമ്പുണ്ടായിരുന്നു അബൂദർദാന്, നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് നോമ്പ് മുറിപ്പിച്ചു. രാത്രി മുഴുവൻ നിസ്കരിക്കുമായിരുന്ന അബൂദർദാന്റെ നിസ്കാരം മുടക്കി എന്ന് പറഞ്ഞ് പരാതി പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്വദഖ സൽമാൻ, സൽമാൻ പറഞ്ഞത് സത്യമാണ്, അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത് ഭാര്യമാർക്ക് കൊടുക്കേണ്ട നിർബന്ധ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുന്ന ഭർത്താക്കന്മാർ, അതെന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും, ഇബാദത്ത് കൊണ്ടത് മുടക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെന്ത് കാരണം കൊണ്ടാണ് മുടക്കാൻ സാധിക്കുക? എന്ത് കാരണം പറഞ്ഞിട്ടാ പറ്റുക? ഒരു കാരണം നമുക്ക് പറയാൻ പറ്റൂല. ഇബാദത്തുകൾ നമുക്ക് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്കിൽ വീഴ്ച വരുത്താനുള്ള ഒഴികഴിവാകൂലെങ്കിൽ പിന്നെന്താണ് ഒഴികഴിവാകുക? അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. നമ്മുടെ എന്തെങ്കിലും പണികളുണ്ട്, തിരക്കുകളുണ്ട്, ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, ഇതൊന്നും എന്താകരുത്, നമുക്ക് നമ്മുടെ ഭാര്യയോട് കൊടുക്കേണ്ട അവകാശങ്ങൾ, ഹക്കുകൾ, അത് കൊടുക്കാതിരിക്കാൻ തടസ്സമാകരുത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് യാത്രയാണ്. യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, ഭാര്യമാരുള്ളവർ ശ്രദ്ധിക്കണം. ഏറ്റവും മാക്സിമം പീരീഡ് സമയം നിശ്ചയിച്ചിട്ടുള്ളത് യാത്രയ്ക്ക് 6 മാസം, ഏറ്റവും മാക്സിമം. അത് തന്നെ സ്ത്രീകളുടെ തൊബീഅത്തിന്, അവരുടെ പ്രകൃതി അനുസരിച്ച് വ്യത്യാസപ്പെടും. ചെറുപ്പക്കാരിയായ സ്ത്രീകളോ അല്ലെങ്കിൽ വളരെയധികം ഷഹവത്ത് സാധാരണഗതിയിലുള്ള സ്ത്രീകളെക്കാൾ ഷഹവത്തുള്ള സ്ത്രീകളോ, പലതരത്തിലും പല ആളുകളിലും ഈ വ്യത്യാസം ഉണ്ടാവും, ഏറ്റക്കുറച്ചിലുണ്ടാവും. പൊതുവിൽ ആവറേജ് പറയുമ്പോൾ 6 മാസം പറയാമെന്ന് മാത്രം. ഇതാണ് ഏറ്റവും മാക്സിമം. ഗൾഫിലൊക്കെ ജോലികൾക്കും മറ്റുമൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കാം. അതിൽ നമുക്ക് ചില ആളുകൾ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് വളരെ ചെറിയ ശമ്പളം മാത്രമുള്ള, വേറെ നിവൃത്തിയില്ലാതെ കുടുങ്ങിപ്പോകുന്ന പ്രവാസികളായിരിക്കും പലരും. എന്നാൽ വളരെയധികം ശമ്പളമുള്ള, അവർക്ക് ലീവ് എടുത്ത് വരാൻ സാധിക്കുന്ന, ലീവ് കിട്ടുന്ന ജോലികളുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യം. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അന്നത്തെ കാലത്തെ ആളുകൾക്ക് നിശ്ചയിച്ചു കൊടുക്കുന്ന പരിധിയാണെന്ത്? 6 മാസം എന്നുള്ളത്. എന്നുവെച്ചാൽ യുദ്ധത്തിന് പടയാളികളെ കൊണ്ടുപോകുമ്പോൾ ആ പടയാളികൾക്ക് അദ്ദേഹം നിശ്ചയിച്ചു കൊടുക്കുന്ന അവധിയാണെന്ത്? എന്നുവെച്ചാൽ 1 മാസം യുദ്ധത്തിന്റെ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുണ്ടാവും, തിരിച്ചൊരു മാസം ഉണ്ടാവും. അപ്പൊ 2 മാസം യാത്രയിൽ മാത്രം. ഇത് രണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ 4 മാസവും. 4 മാസത്തിൽ കൂടുതൽ വിവാഹിതനായ, നാട്ടിൽ ഭാര്യയുള്ള ഒരാളെ അദ്ദേഹം തന്റെ പട്ടാളത്തിൽ നിർത്താറില്ല. ഏറ്റവും മാക്സിമമാണ് 6 മാസം എന്നുള്ളത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ യാത്ര എന്നുള്ളത് വളരെയധികം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം? ഭാര്യമാരുടെ വിഷയത്തിൽ. കാരണം ഫിത്തനകൾ വളരെയധികം വ്യാപകമായിട്ടുണ്ട്. തിന്മകൾ പ്രചരിക്കാനുള്ള വഴികൾ ഒരുപാട് എളുപ്പമായിട്ടുണ്ട്. പണ്ടത്തെ കാലത്തെക്കാളും ഒരുപാട് ഇരട്ടി എളുപ്പമായിട്ടുണ്ട്. ഇങ്ങനൊരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും അവരുടെ വിഷയത്തിൽ അലംഭാവം കാണിക്കുകയോ അല്ലെങ്കിൽ അവരെ തീരെ പരിഗണിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ശരിയല്ല. അവരെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമാണ് അവരിൽ നിന്നും അധികം വിട്ടു നിൽക്കാതിരിക്കുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും മാക്സിമം അളവാണ്
ഇവിടെ പറഞ്ഞത് മാക്സിമത്തിലേക്ക് എത്തണ്ട, നമുക്ക് സാധിക്കുന്നതിൻ്റെ പരമാവധി അവരിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ചില ആളുകൾ അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരു സിറ്റികളിലും അതുപോലെ തന്നെ ടൗണുകളിലും അങ്ങനത്തെ വലിയ പ്രദേശങ്ങളും സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായി കൂടിക്കൂടി വരുന്ന ഒരു കാര്യമാണെന്ത്, രാത്രി മുഴുവൻ എന്തെങ്കിലും ഷുഗറുകളിൽ എന്ന് വെച്ചാൽ രാത്രി വളരെ വൈകി 2-3 മണിക്കാണ് പലരും എന്ത് ചെയ്യുക, വീട്ടിലേക്ക് കയറി വരിക. പല ആളുകളും രാത്രി വളരെ വൈകിട്ടാണ് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് കയറി വരിക. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി അത്യാവശ്യങ്ങൾ കുടുങ്ങിപ്പോവും, അതൊന്നുമല്ല, അതൊക്കെ ഉതിരുണ്ട്, അതൊന്നുമല്ല. വെറുതെ കൂട്ടുകാരുടെ കൂടെ കളിതമാശകളും പറഞ്ഞ് വർത്താനങ്ങളും പറഞ്ഞ് ചിലർ ഇന്നത്തെ കാലത്ത് പല ചെറുപ്പക്കാർ വിവാഹിതരായ ആളുകൾ പോലും ഫുട്ബോൾ കളിക്കാൻ പോകും. എപ്പോൾ? രാത്രി 10-12 മണിക്കും 1 മണിക്കൊക്കെ ടർഫൊക്കെ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, കളിക്കാൻ പോകും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ അധ്യാപനം എങ്ങനെയാ, രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാവേണ്ടത്. രാത്രി ഇശാ നിസ്കാരത്തിന് ശേഷം വീട്ടിലുണ്ടാവും. പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറങ്ങണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. നമുക്ക് കളിതമാശകളോ വർത്താനങ്ങളോ മറ്റൊക്കെ പറയണമെന്ന് അത്രയും നിർബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയോടും മക്കളോടും വീട്ടിനകത്ത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. രാത്രി വരെ ഇശാ വരെ നമ്മൾ എന്ത് ചെയ്തോ കൂട്ടി, ഇതൊന്നും ഹറാമാണെന്നോ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളാണ്, അതൊന്നുമല്ല പറയുന്നത്. നല്ല രൂപത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ മുഴുകുന്ന, നല്ല കൂട്ടുകാരുടെ കൂടെ കൂടുന്ന, നല്ല കളികൾ മാത്രം കളിക്കുന്ന ആളുകളാണ്. പക്ഷെ അതെന്ത് ചെയ്യണ്ട, ഇശാക്ക് ശേഷം വേണ്ട. ഇശാക്ക് ശേഷം വീട്ടുകാരുടെ കൂടെ കളിച്ചോ, മക്കളുടെ കൂടെയോ ഭാര്യയുടെ കൂടെയോ മറ്റൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ഏർപ്പെട്ടോ, കളിതമാശകൾ ഏർപ്പെട്ടോ. രാത്രി വൈകിയുള്ള ഇത്തരം കാര്യങ്ങൾ എന്നുള്ളത് അതൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്നേഹം അത് കുറയാനും അകൽച്ച ഉണ്ടാവാനൊക്കെ വളരെയധികം കാരണമാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറുണ്ട്, അവിടുത്തെ ഭാര്യമാരോട് ഹദീസിലുള്ളത് 1 മണിക്കൂറോളം സംസാരിക്കാറുണ്ടെന്നാണ്. ഇശായിന് ശേഷം ഉറങ്ങാൻ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യമാരോട് പല കാര്യങ്ങളും പല വിഷയങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് സമയം സംസാരിക്കാറുണ്ട്. അപ്പം ആ സമയമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമ്മുടെ ഭാര്യമാർക്കും വീട്ടുകാർക്കും മക്കൾക്കും വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കണം. അപ്പം എന്ത് തിരക്കുകളുണ്ടെങ്കിലും അതെല്ലാം എന്ത് ചെയ്യുക, ഇശാ നിസ്കാരത്തിന് മുമ്പ് കഴിയുന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്യാം. അത്രയും അത്യാവശ്യം വേറൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രം ഇശാക്ക് ശേഷം മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്നുള്ളത്, പുരുഷന്മാരെ ശ്രദ്ധിക്കേണ്ട, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ദേഷ്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സന്ദർഭത്തിൽ ഒരുപാട് ഹദീസുകളിൽ വിലക്കിയിട്ടുള്ള കാര്യമാണെന്ത്, ദേഷ്യപ്പെടുക എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ സാധിക്കുക, മനുഷ്യനാകുമ്പോൾ ദേഷ്യം വരൂലേ? ശരി തന്നെയാണ്, മനുഷ്യനാകുമ്പോൾ ദേഷ്യം വരും. മനുഷ്യൻ്റെ ത്വബീഅത്തിൽപ്പെട്ട തന്നെയാണ് ദേഷ്യം. ദേഷ്യപ്പെടരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ദേഷ്യം വരരുത് എന്നുള്ള അർത്ഥമല്ല. ദേഷ്യപ്പെടരുത് എന്ന കൽപ്പന കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൽ ദേഷ്യം കടന്നു വരാനേ പാടില്ല എന്നുള്ള അർത്ഥമല്ല. മറിച്ച് ദേഷ്യം വരുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ പിടിച്ചു വയ്ക്കുക, പ്രതികരിക്കരുത്. ദേഷ്യം വരുമ്പോൾ അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ദേഷ്യം മാറുന്നവരടിക്കരുത്. ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ദേഷ്യം പോകുന്നവരൊന്നും പറയരുത്. അതാണ് ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ ദേഷ്യം എല്ലാവർക്കും വരും, മനുഷ്യന്മാരാണെങ്കിൽ ദേഷ്യം വരും. ഇദാ ഗളിബ അഹദുകും ഫല്യസ്കുത്,
നിങ്ങളൊരാൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? മിണ്ടാതിരിക്കുക. ദേഷ്യം പോയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? സംസാരിക്കുക. എന്താ ദേഷ്യം വന്നാൽ സംസാരിക്കുന്ന പ്രതികരിക്കുന്ന പ്രശ്നം എന്താ പ്രശ്നം? നമ്മളുടെ പരിധിയിൽ, നമ്മൾ വിചാരിച്ച ബൗണ്ടറിയിൽ നിൽക്കൂല. നമ്മൾ വിചാരിച്ച പരിധിയിൽ അത് ഒതുങ്ങി നിൽക്കൂല. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കടുത്ത വാക്കുകൾ നാവിലൂടെ വരും. നമ്മൾ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കടുത്ത രൂപത്തിലേക്ക് നമ്മൾ പ്രതികരണം നമ്മൾ വിചാരിക്കാതെ തന്നെ ആയിപ്പോകും. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അറിയപ്പെട്ടൊരു വിഷയമാണ്. പല ആളുകളും ദേഷ്യം വന്ന് ദേഷ്യം തന്നെ അതിജയിച്ച് പലതും ചെയ്ത് കഴിഞ്ഞ് ദേഷ്യം പോയി കഴിഞ്ഞിട്ട് അവന് പലപ്പോഴും അറിയില്ല ഞാൻ എന്താ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞത് ചെയ്യുന്നു, പലർക്കും അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം, ശൈത്താൻ ഒരു മനുഷ്യനിൽ പ്രവേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് ദേഷ്യപ്പെടുക എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കണം. ദേഷ്യപ്പെടുമ്പോൾ ഒന്നും പ്രതികരിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. ഇതാണ് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് ഔസിനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് താങ്കൾ വളരെ പ്രധാനപ്പെട്ടൊരു വസിയത്ത് നൽകണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും അയാൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കണം, ഔസിനി യാ റസൂലല്ലാഹ്, റസൂലെ, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് നിങ്ങൾ വസിയത്ത് നൽകണം. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു കൊടുക്കുന്ന വസിയത്ത് എന്താ? ലാ തഗ്ളബ്, നീ കോപിക്കരുത്, ദേഷ്യപ്പെടരുത്. അപ്പൊ ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യരുത്? ദേഷ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യരുത്? നമ്മൾ പ്രതികരിക്കരുത്. ദേഷ്യം വരും, സ്വാഭാവികമാണ്. ദേഷ്യം നമ്മുടെ മനസ്സിൽ കടന്നു വന്നാലും ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈസ ശദീദു ബിസ്സുറഅ, മല്ലയുദ്ധത്തിൽ എതിരാളിയെ മലർത്തിയിടിക്കുന്നവനല്ല ശക്തൻ. ശരിക്കും സ്ട്രെങ്ത്തുള്ള ആളെന്ന് പറഞ്ഞാൽ, ശക്തനായവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മൽപ്പിടുത്തത്തിൽ കീഴ്പ്പെടുത്തുന്നവനല്ല. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ശരിക്കുള്ള ശക്തിമാൻ എന്ന് പറഞ്ഞാൽ ആരാ? ദേഷ്യം വരുമ്പോൾ സ്വന്തം നഫ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കുക. ഇതാണ് ലാ തഗ്ളബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പല ആളുകളും പറയും, എനിക്ക് ദേഷ്യം വന്ന് എന്നെ പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ആകരുത്. അത് നിന്റെ നല്ല ക്വാളിറ്റി അല്ല. പലരും വിചാരിക്കുന്നത് എൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്, എൻ്റെ പൗരുഷത്തിൻ്റെ അടയാളമാണെന്നാണ്. അത് മോശം സ്വഭാവമാണ്. ദേഷ്യം വരുമ്പോൾ നിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് നിന്റെ സ്വന്തം നഫ്സിൽ അത്രേ നിയന്ത്രണമുള്ളൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. നിന്റെ നഫ്സ് നിന്റെ കയ്യിലല്ല, ശൈത്താനിൻ്റെ കയ്യിലാണെന്നതിൻ്റെ അർത്ഥം. അതൊരിക്കലും നല്ല ക്വാളിറ്റി അല്ല. മറിച്ച് ശക്തനായ ഈമാനുള്ള, ശക്തിയുള്ള ഈമാനുള്ളവൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ സ്വന്തം നഫ്സിനെ പിടിച്ചു നിർത്തുക. എന്ന് വെച്ചാൽ അപ്പം പ്രതികരിക്കാതിരിക്കുക, സംസാരിക്കാതിരിക്കുക, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രതികരണങ്ങൾ, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ദേഷ്യം മാറുന്നത് വരേക്കും ഒന്നും പറയണ്ട, ഒന്നും പ്രതികരിക്കേണ്ട. അതാണ് യഥാർത്ഥ ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അപ്പം ഈ ദേഷ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട് ഈ ദേഷ്യത്തെ സംബന്ധിച്ച്. അതിൽപ്പെട്ടൊരു ഹദീസാണെന്ത്? ആർക്കെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു ഹദീസിൽ കാണാൻ രണ്ട് സ്വഹാബികൾ തർക്കിക്കുകയാണ്. അതിൽപ്പെട്ട ഒരാൾ മറ്റൊരാളോട് അങ്ങേയറ്റം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. വളരെയധികം ദേഷ്യപ്പെട്ട് അവൻ്റെ മുഖമൊക്കെ ചുവന്ന് ശക്തമായ വാക്കുകൾ അവനെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ ചൂണ്ടിയിട്ട് പറയും, ഇയാൾ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഉള്ള എല്ലാ ദേഷ്യങ്ങളും അയാളിൽ നിന്ന് പോകുമായിരുന്നു. എന്താണ് ആ വാക്ക്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന വാക്ക്. അപ്പം ദേഷ്യം എന്നുള്ളത് ശൈത്താൻ എന്നുള്ളതാണ്. ദേഷ്യം എന്നുള്ളത് ശൈത്താൻ എന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ ദേഷ്യം പിടിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നമ്മൾ അവിടെ നമുക്ക് നഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ വില കുറഞ്ഞു പോവുകയാണ് എന്നും നമ്മൾ ഒരിക്കലും കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നറിയോ? മൻ കദമ ഗൈബൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ഒരാൾക്ക് ഒരു ദേഷ്യം വന്നിട്ട് അയാൾക്കത് നടപ്പിലാക്കാൻ സാധിക്കും. ആ ദേഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയും. പക്ഷെ എന്നിട്ടും അയാളുടെ ദേഷ്യത്തെ പിടിച്ചു വെക്കുകയാണെങ്കിൽ ദഅാഹുല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലായിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ ഖിയാമത്ത് നാളിൽ എല്ലാ സൃഷ്ടികളും ഉള്ള സന്ദർഭത്തിൽ അവനെ വിളിക്കും, പ്രത്യേകം വിളിക്കും, ദേഷ്യം പിടിച്ചു വെച്ച ഒരാളെ. എന്നിട്ട് എന്താണ് അയാൾക്കുള്ള പ്രതിഫലം? എന്താ? ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരിൽ ഐനി ശാ. എന്നിട്ട് അവന് സ്വർഗത്തിലെ എല്ലാ ഹൂറിലീങ്ങളെയും കാണിച്ചു കൊടുക്കും. അവന് തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം അവനതിലാരോ ആണ്. ഇവിടെ ഉറങ്ങിപ്പോകുന്നവർ ഇത് കേട്ടാൽ ഉറങ്ങൂല, ശ്രദ്ധിക്കുക. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ എല്ലാ ഹൂറിലീങ്ങളെയും കാണിച്ചു കൊടുത്തിട്ട് ഇവനോട് അതിൽ ഇവൻ ഇഷ്ടപ്പെടുന്ന ആളെ തിരഞ്ഞെടുക്കാൻ പറയും. ആർക്കാണത്? ആർക്കാ? ദേഷ്യം വന്നിട്ട് അത് നടപ്പിലാക്കാതെ പിടിച്ചു വെച്ച ആൾക്ക്. മറക്കല്ല, ഉറങ്ങുമ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാൾക്ക് തൻ്റെ ദേഷ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രാജാക്കന്മാർക്കും അധികാരികൾക്കും മാത്രമുള്ള ഹദീസല്ല. ഒരു ഭർത്താവ് അയാൾക്ക് ആ വീട്ടിൽ അയാളുടെ ദേഷ്യം നടപ്പിലാക്കാൻ സാധിക്കും, ഒരു ഗൃഹനാഥന്. പക്ഷെ അയാൾ ആ ദേഷ്യം വന്നിട്ടും ആ ദേഷ്യം നടപ്പിലാക്കാൻ അയാൾക്ക് സാധിച്ചിട്ടും അയാൾ ആ ദേഷ്യം നടപ്പിലാക്കാതെ പിടിച്ചു വയ്ക്കുക. അങ്ങനെ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ദേഷ്യം പിടിച്ചു വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും മോശം കാര്യമല്ല. അത് വളരെ നല്ല ഗുണമാണ്. അത് പൂർണ്ണതയിൽ, ഒരു പുരുഷന്റെ പൂർണ്ണതയിൽ പെട്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ദേഷ്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പല ആളുകളും എന്താ പറയുക, സ്ത്രീകൾ എങ്ങനെയാണെന്ന് അറിയാത്ത ആളുകളാണ് പലരും. പക്ഷെ ആണുങ്ങളെപ്പോലെ തന്നെ സ്ത്രീകളാകണം. സ്ത്രീകൾ വേറെയല്ല, ഈ സദ്ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെ അല്ല. അത് മൊത്തത്തിൽ അവളുടെ ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ദീനിൻ്റെ അവസ്ഥയാണെങ്കിലും എല്ലാ നിലയ്ക്കും ആണും പെണ്ണും ഒരേപോലെ അല്ല. നമ്മൾ ശ്രദ്ധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഹദീസ് എന്താ? ഇന്നൽ മർഅത കദ്ദില. സ്ത്രീ എന്നുള്ളത് എന്തുപോലെയാ? വാരിയെല്ല് പോലെയാ. സ്ത്രീ എന്നുള്ളത് വാരിയെല്ല് പോലെ. വാരിയെല്ല് എങ്ങനെയാ? സ്ട്രെയിറ്റ് ആണോ? അല്ല, വളഞ്ഞിട്ടാണ്. ഇദാ ദഹബ്ത തുഖീമുഹാ കസർതഹാ. നീ ആ വാരിയെല്ലിനെ സ്ട്രെയിറ്റ് ആക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പൊട്ടിപ്പോവും. വാരിയെല്ലിനെ സ്ട്രെയിറ്റ് ആക്കാൻ നീ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. വൈൻ തറക്തഹാ ഇസ്തംതഅത ബിഹാ വഫീഹാ ഇവജുൻ. നീ ആ വളവോടുകൂടി അതിനെ വിട്ടു കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവളിൽ നിന്ന് ആനന്ദമെടുക്കാനും സാധിക്കും. പക്ഷെ അവളിൽ ആ വളവുണ്ടാവുകയും ചെയ്യും. എന്തിനത് പറയുന്നത്? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഭാര്യമാരിൽ നിന്നുണ്ടാകുന്ന വിഷയങ്ങളിൽ പരമാവധി വിട്ടുകൊടുക്കാനാണ് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കണേ. ഏതുവരേക്കും ഒരു വാജിബ് നഷ്ടപ്പെടുന്നതോ ഹറാമ് പ്രവർത്തിക്കുന്നതോ ആയ മേഖല എത്തുന്നത് വരേക്കും പരമാവധി വിട്ടുകൊടുക്കുക. എത്രത്തോളം വിട്ടുകൊടുക്കാൻ സാധിക്കുമോ അത്രത്തോളം വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. പരമാവധി പിടിച്ച് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് മസില് പിടിച്ച് ദേഷ്യപ്പെട്ട് എല്ലാത്തിനും വളരെ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുന്നത് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗുണകരമാവില്ല. പരമാവധി വിട്ടുകൊടുക്കാനും താഴ്ന്നു കൊടുക്കാനും ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഹറാമ് പ്രവർത്തിക്കുന്നതിലേക്കോ വാജിബുകൾ വിട്ടുപോകുന്നതിലേക്കോ എത്തുന്നത് വരേക്കും ഈ ഒരു പുറത്തു കൊടുക്കലും വിട്ടുകൊടുക്കലും താഴ്ന്നു കൊടുക്കലും
അത് ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ എന്താ പറയുക, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ വിഷയം എന്നുള്ളത് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങളിൽ ഒന്നാണെന്ത്? തൻ്റെ ലൈംഗികമായ താല്പര്യം അത് ഹലാലിൽ ഒതുക്കി നിർത്താൻ സാധിക്കുക എന്നുള്ളത്. തൻ്റെ ലൈംഗികമായ താല്പര്യം അത് ഹലാലിൽ ഒതുക്കി നിർത്താൻ സാധിക്കുക എന്നുള്ളത് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചാണ്. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ വിഷയം പാടെ അവഗണിക്കുന്നത്. നമ്മൾ പല ആളുകളും നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ആണും പെണ്ണാവുമ്പോൾ പരസ്പരം ആകർഷണം ഉണ്ടാവില്ല, അതൊക്കെ തമ്മിലൊക്കെ നടന്നോളൂന്ന് പല ആളുകളും വിചാരിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലല്ല നമ്മുടെ വർത്തമാനകാലം. നമുക്ക് ചുറ്റും നടക്കുന്ന ലോകം എന്ന് പറയാം. നമ്മൾ പലരുടെയും സംഭവങ്ങൾ, അവസ്ഥകൾ അറിഞ്ഞാൽ അന്തം വിട്ടുപോകും. പലരുടെയും നമ്മുടെ ചുറ്റും നടക്കുന്ന പല ആളുകളുടെയും അവസ്ഥകൾ അറിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്കൊരു എത്തും പിടിയും കിട്ടൂല പല ആളുകളുടെയും പല അവസ്ഥകളും. എനിക്കറിയാം, എൻ്റെ ഒരു സഹോദരൻ, വളരെ അടുത്ത ആദർശ ബന്ധമുള്ള വളരെ നല്ലൊരു സഹോദരനാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി, മക്കളാവുന്നില്ല. പല സ്ഥലത്തും പല ചികിത്സകളും പല കാര്യങ്ങളിലും ഒക്കെ കൊണ്ടുപോയി, പല രൂപത്തിലും മാറ്റങ്ങൾ വരുത്താൻ പല രീതിയിലും ശ്രമിച്ചു, ഒന്നും ശരിയാവുന്നില്ല. അവസാനം പ്രശ്നം കണ്ടെത്തി എന്താണെന്നറിയോ? ഇവർ തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നില്ല. ഇതുണ്ടെങ്കിലല്ലേ കുട്ടി ഉണ്ടാവുള്ളൂ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല ആളുകൾ. പല ആളുകളും പലതരത്തിലാണ്. വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട മഖ്സദുകൾ, ഉദ്ദേശങ്ങളിൽപ്പെട്ടതാണെന്ത്? ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഈ ലൈംഗികമായ താല്പര്യം അത് ഹലാലിൽ ഒതുങ്ങി നിൽക്കണം. അത് ഹലാലിൽ ഒതുങ്ങി നിൽക്കണം. ഒരു ഭർത്താവിനോ ഭാര്യയ്ക്കോ വിവാഹത്തിന് ശേഷവും തൻ്റെ ഈ ഒരു താല്പര്യം ഹലാലിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഭാര്യയോ ഭർത്താവോ എന്തോ വിഷയത്തിൽ അപാകത വരുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. പല ആളുകളും, ചിലർക്ക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടായിരിക്കും ഇത്തരം താല്പര്യങ്ങൾ വരാത്തത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള ചികിത്സകളൊക്കെ ഇന്ന് അൽഹംദുലില്ലാ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങൾ, ചികിത്സകൾ അൽഹംദുലില്ലാ അതിനുണ്ട്. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് തൻ്റെ ഭാര്യയോട് താല്പര്യം തോന്നാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും അറിയില്ല. എന്താണത്? സിഹറാണ്. സിഹറാണ്. എത്രയോ ആളുകൾക്ക് സ്വന്തം ഭാര്യ ഇപ്പോൾ അടുത്ത വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയായിരിക്കും, അങ്ങനെയായിരിക്കും, പല ഗുണങ്ങളും, നല്ല സ്വഭാവം, പെരുമാറ്റം, എല്ലാ നല്ല ഗുണങ്ങളും ഉണ്ടാവും. പക്ഷേ ആ ഭാര്യയുമായിട്ട് അടുക്കാനോ അവളുമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഭർത്താവിന് സാധിക്കുന്നില്ല. എന്താ കാരണം? ആരെങ്കിലും സിഹർ ചെയ്തായിരിക്കും. ശ്രദ്ധിക്കണം. സിഹറിന് അത്തരം ഒരു ഭാര്യയെ ഭർത്താവിൽ നിന്ന് അകറ്റാനും ഇഷ്ടം തോന്നിക്കാതിരിക്കാനൊക്കെ സിഹറിന് എന്ത് ചെയ്യാൻ സാധിക്കും? റബ്ബ് ഉദ്ദേശിച്ചാൽ. അതിനത്തരം തഅ്സീറുകളുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ നടന്ന അറിയുന്നൊരു സംഭവം എന്ത്, ഈ എന്താ പറയുക, സ്ത്രീകളിൽ ഈ എന്താ പറയുക അണ്ടം വളരുന്ന ഓവുലേഷൻ പീരീഡ് എന്ന് പറയും, കുട്ടികൾ ഉണ്ടാവുന്ന എന്നുവെച്ചാൽ മനി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം. ആ സമയത്ത് ഈ ഭർത്താവിന് ഭാര്യയിലേക്ക് അടുക്കാനേ തോന്നില്ല. അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ഈ രൂപത്തിലാണെങ്കിൽ പിന്നെ അയാൾക്ക് മക്കളെ ഉണ്ടാവില്ല. ശാരീരികമായിട്ട് സയന്റിഫിക് ആയിട്ട് പരിശോധിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഭാര്യയ്ക്കും ഉണ്ടാവില്ല, ഭർത്താവിനും ഉണ്ടാവില്ല.
പക്ഷെ 2 പേർക്കും മക്കളാകുന്നില്ല. എന്താ കാരണം? ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ പ്രതിവിധികൾ, നമുക്ക് നേർക്ക് നേരുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഭൗതികമായിട്ടുള്ള ചികിത്സകൾ, ഒരുപാട് തരം ചികിത്സകൾ നമ്മുടെ നാട്ടിൽ അവലംബിക്കാൻ സാധിക്കും. ഇത്തരം സിഹറിൻ്റെ മറ്റു വിഷയങ്ങളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എവിടെയാണ് അതിൻ്റെ സിഹർ ചെയ്യപ്പെട്ട സാധനം ഉള്ളത് എന്ന് നമുക്കറിയുമെങ്കിൽ വളരെ എളുപ്പമാണ്. ആ സാധനം നശിപ്പിച്ചാൽ മതി കണ്ടെത്തിയിട്ട്. പക്ഷെ മിക്ക സിഹറിൻ്റെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ സാധനം, അത് സിഹർ ചെയ്തിട്ടുള്ള വിഷയം, വസ്തു എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ശർഈയായ റുഖിയ ചെയ്യുക എന്നുള്ളത്. ശർഈയായ റുഖിയ ചെയ്യുക. റുഖിയ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് പ്രത്യേകം സൂറത്തുകളോ ആയത്തുകളോ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ഓതണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ സൂറത്തുൽ ഫാത്തിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നാണ്, അത് റുഖിയാണെന്ന്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി, അതുപോലെ തന്നെ ആമിർ റസൂലു, സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ മുഴുവനും. ഇതൊക്കെ വളരെയധികം ഈ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളാണ്. ഇത്തരം ചികിത്സകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചികിത്സിക്കാനും മാറ്റാനും ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ ചില ആളുകൾ 1 വർഷത്തേക്ക് അവരെന്ത് ചെയ്യാറുണ്ട്? തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിർത്താൻ, വീട് മാറി താമസിക്കാനും മറ്റുമൊക്കെ ഉമർ ബിൻ ഖത്താബ് പല ആളുകളോടും കൽപ്പിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു അവസ്ഥ ക്ലിയർ. ചില ആളുകൾക്ക് അങ്ങനെ മാറാറുണ്ട്. മറ്റ് ചികിത്സകളും മറ്റ് എന്താ പറയുക മരുന്നുകളൊക്കെ കഴിക്കുന്നതിൻ്റെ ഒപ്പം 1 വർഷത്തേക്ക് എന്ത് ചെയ്യുക? വേറൊരു നാട്ടിലേക്ക് മാറി താമസിക്കുക. അങ്ങനെ ആ ഒരു രൂപം, പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ മാറ്റാനും ചികിത്സിക്കാനും സാധിക്കും. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നിരാശപ്പെടരുത്. എനിക്കൊന്നും അത് സാധിക്കൂല, എനിക്കൊന്നും കഴിയൂല എന്നൊരിക്കലും വിചാരിക്കരുത്. അള്ളാഹു എന്തൊരു രോഗം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? ചികിത്സയും അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തൊരു രോഗത്തിനും ചികിത്സയും അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന തദാവൗ, നിങ്ങൾ ചികിത്സിക്കുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യദഅ ദാഅൻ ഇല്ലാ വദഅ ലഹു ദവാൻ. അള്ളാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല എങ്ങനെയല്ലാതെ അതിന് മരുന്ന് നിശ്ചയിച്ചിട്ടില്ലാതെ. ഏത് രോഗം മാത്രം? ഗൈറ ദാഇൻ വാഹിദ്, ഒരു രോഗം മാത്രം. ഏതാണ് രോഗം? മരണം. മരണത്തിന് ചികിത്സയില്ല. ബാക്കി എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുണ്ട്? ചികിത്സ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭാര്യയെ ഉപദ്രവിക്കുക എന്നുള്ള വിഷയം. ഭാര്യയെ ഉപദ്രവിക്കുക എന്നുള്ള വിഷയം അത് നേരത്തെ പറഞ്ഞ ദേഷ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷേ പല ആളുകളും എന്തു ചെയ്യും? ദേഷ്യത്തിൻ്റെ പുറത്തും അല്ലാതെയും ഒക്കെ ഭാര്യമാരെ വളരെയധികം ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ആളുകളാണ്. അത് ശാരീരികമായിട്ട് മാത്രമല്ല, വാക്കുകൾ കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുത്തുന്ന വളരെയധികം ഗുരുതരമായ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലൈസൽ മുഅ്മിനു ബിത്ത്ആനി വലൽ ലആൻ വലൽ ഫാഹിഷി വലൽ ബദീ. ഒരു മുഅ്മിൻ എന്തല്ല? എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവനല്ല. വലൽ ലആൻ, എപ്പോഴും ശപിച്ചുകൊണ്ടേയിരിക്കുന്നവനല്ല. വലൽ ഫാഹിഷ്, വൃത്തികെട്ട മോശം കാര്യങ്ങൾ സംസാരിക്കുന്നവനുമല്ല. വലൽ ബദീ, ബദീ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ പറയാ, തെറി പറയാന്നൊക്കെ പറയാറുണ്ട്. ആ രൂപത്തിൽ ഒരു സംസ്കാരമില്ലാത്ത പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനത്തെ ഒരു മുഅ്മിൻ അങ്ങനെയുള്ള ആളല്ല. ഒരു മുഅ്മിൻ അങ്ങനെയുള്ള ആളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഭാര്യമാരുടെ അത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ഭാര്യമാരെ അടിക്കുന്ന വിഷയം, അടിക്കൽ ദീനുൽ ഇസ്ലാം അനുവദിച്ച് തന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ പല ആളുകൾക്കും അടിക്കാന്നറിയാം, അത് മാത്രമേ അറിയുള്ളൂ ഭർത്താക്കന്മാർക്ക്.
അല്ലെ, ഫദ്രിബൂഹുന്ന എന്ന് പഠിച്ചു വയ്ക്കുകയും ചെയ്യും ആയത്തിന്റെ ഭാഗം. ബാക്കിയൊന്നും അറിയില്ല. അടിക്കാൻ അനുവദിച്ചു തന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അത് എപ്പോഴാണ് അടിക്കേണ്ടത്, എങ്ങനെയാണ് അടിക്കേണ്ടത്, ഇതൊന്നും പഠിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന അധ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് അടി എന്നുള്ളത് ഏറ്റവും അവസാനത്തെ പടിയാണ്. ഏറ്റവും അവസാനത്തെ നമുക്ക് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും അവരിലുള്ള പോരായ്മകൾ നികത്താൻ നമ്മൾ പരിശ്രമിച്ചിട്ടും ഒരു ഫലവും കാണാതാകുമ്പോൾ അവസാനം സ്വീകരിക്കുന്ന മാർഗമാണ് അടിക്കുക എന്നുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരിക്കൽ ഒരു നബി സല്ലല്ലാഹു ജീവിതത്തിൽ നടന്ന സംഭവമുണ്ട്, ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്തു? പറഞ്ഞു, ലാ തദ്രിബു ഇമാ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാത്തികളെ അടിക്കരുത്, മുഅ്മിനത്തുകളായ സ്ത്രീകളെ നിങ്ങൾ അടിക്കരുതെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പൊ ഇത് കൽപ്പന വന്നപ്പോൾ സ്ത്രീകൾക്ക് ധൈര്യമായി, എന്തും പറയാ, എന്ത് ചെയ്യാ. കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അടിക്കരുത്. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഭർത്താക്കന്മാർക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും അവർക്കെതിരെ ദേഷ്യപ്പെടാനും അങ്ങനെ പല പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഒരു നിവൃത്തിയില്ലെങ്കിൽ, വേറൊരു വഴിയില്ലെങ്കിൽ അടിക്കാനുള്ള അനുവാദം കൊടുത്തു. വേറൊരു വഴിയില്ലെങ്കിൽ അടിക്കാനുള്ള അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തപ്പോൾ സ്ത്രീകൾ പരാതിയിട്ട് വരും, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ അടിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? സ്ത്രീകളെ അടിക്കുന്ന ആൾ അവൻ എങ്ങനെയുള്ളവ? ലൈസ ഉലൈക ബിഖിയാരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ അതൊക്കെ അവിടെ കിടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ വാക്കെന്താ? ലൈസ ഉലൈക ബിഖിയാരിക്കും. സ്ത്രീകളെ നിങ്ങളിൽ പെട്ട നിങ്ങളുടെ ഭാര്യമാരെ അടിക്കുന്ന ആളുകൾ നിങ്ങളിലെ നല്ല ആളുകളല്ല, നിങ്ങളിലെ ഉത്തമരായിട്ടുള്ള ആളുകളല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതിന് ഏറ്റവും നല്ല മാതൃകാര അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കയ്യൂക്കില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മസിൽ പവറില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഭാര്യമാർക്ക് അദ്ദേഹത്തിന് പേടിയില്ല, ആദരവില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു? ഒരിക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ധൈര്യമുള്ള, കൈക്കരുത്തുള്ള, അതുപോലെ തന്നെ ഗാംഭീര്യമുള്ള, ആദരവുള്ള ഒരാളുമില്ല. അത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇല്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ കൊണ്ട് ഒരിക്കൽ പോലും ഒരു ഒരു സ്ത്രീയെയോ ഒരു അടിമയെയോ അടിച്ചിട്ടില്ല. പറയുമ്പോൾ ഏറ്റവും അടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആളുകളാണ് സ്ത്രീകളും അടിമകളും. ആണുങ്ങൾ അടിക്കുന്ന പോലെ പ്രയാസമില്ല സ്ത്രീകളെ അടിമകളെ അടിക്കാൻ. എതിർപ്പുണ്ടാവുക വളരെ അപൂർവമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഒരു സ്ത്രീയെ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. ഏറ്റവും നല്ല ആളുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അടിക്കാതിരിക്കുന്ന ആളുകളാണ്. ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഒന്നാമത്തത് ഏറ്റവും അവസാനത്തെ വഴിയായിരിക്കണം. അതിനൊരുപാട് അതിന് മുമ്പ് പഠിപ്പിച്ചെന്ന സ്റ്റെപ്പുകളൊക്കെ കഴിഞ്ഞ് ഒരു നിവൃത്തിയില്ല, ഒരു ഫലവും കാണുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം അടിക്കാവും. ഒന്നാമത്തത്. രണ്ടാമത്തത്, അടിക്കുന്നത് അവളെ അടിച്ച് അവളുടെ പുറം പൊളിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവൾക്ക് ഈ കാര്യത്തോട്, പക്ഷെ നമുക്ക് ഈ കാര്യത്തോട് വിയോജിപ്പുണ്ട്, അങ്ങേയറ്റം വെറുപ്പുണ്ട് എന്ന് അവളെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ആ അടിയുടെ ഉദ്ദേശം. ഒരിക്കലും മുഖത്തടിക്കരുത്, മുഖത്തൊരിക്കലും അടിക്കരുത്. അതുപോലെ തന്നെ അവളുടെ തൊലി പൊളിയാനോ എല്ല് പൊട്ടാനോ പാടില്ല. തൊലി പൊളിയാനോ എല്ല് പൊട്ടാനോ പാടില്ല. ആ രൂപത്തിൽ പലരും എന്താ പറയാ, എൻ്റെ ഭാര്യയല്ലേ എനിക്കെന്തും ചെയ്യാലോ എന്ന രൂപത്തിൽ ഭാര്യമാരെ പൊതുവെ തല്ലുന്ന ആളുകൾ ധാരാളമുണ്ട്. കൈ കൊണ്ടടിക്കുന്നവരുണ്ട്, ബെൽറ്റ് കൊണ്ടടിക്കുന്നവരുണ്ട്, പലതരത്തിൽ. അത് വളരെ ശ്രദ്ധിക്കണം. അതൊരിക്കലും നല്ല ആളുകളുടെ സ്വഭാവമല്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ മോശമായി ആക്ഷേപിച്ചിട്ടുണ്ട്. മോശമായ പ്രവർത്തനമായി അതിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ലാ യജ്ലിദു അഹദുക്കും ഇംറഅതഹു ജൽദൽ അബ്ദ് സുമ്മ യുജാമിഉഹാ ഫി ആഖിരിൽ യൗം.
നിങ്ങളിൽ ഒരാൾ അയാളുടെ ഭാര്യയെ ഒരു അടിമയെ അടിക്കുന്നത് പോലെ, അടിമയെ അടിക്കാൻ പാടുന്നല്ല, ജാഹിലിയത്തിൽ സാധാരണ മുതലാളിമാർ അവരുടെ അടിമകളെ അടിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യയെ അടിക്കുകയും എന്നിട്ട് ആ ദിവസത്തിന്റെ അവസാനമാകുമ്പോൾ അതേ ഭാര്യയുമായി തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാണ്. അതൊക്കെ വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളായി പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിലെപ്പോഴും സ്ത്രീകൾക്ക് ദീനുൽ ഇസ്ലാമിലുള്ള സ്ഥാനം പുരുഷന്മാരെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. സ്ത്രീകൾക്ക് ദീനുൽ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. നമ്മൾക്ക് ജാഹിലിയത്തിൽ നമുക്കറിയാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കുന്നാ ഫിൽ ജാഹിലിയത്തി ലാ നഉദ്ദു നിസാഅ ശൈഅ, ഞങ്ങൾ ജാഹിലിയത്തിൽ സ്ത്രീകളെ ഒരു കാര്യമായിട്ട് ഞങ്ങൾ അതിനെ പരിഗണിക്കാറ് പോലില്ല. മനുഷ്യന്മാരായിട്ടോ എന്തെങ്കിലും ഒന്നുമായിട്ടോ അവരെന്ത് ചെയ്യാറില്ല, പരിഗണിക്കാറന്നില്ല. അങ്ങനെയായിരുന്നു ജാഹിലിയത്തിൽ സ്ത്രീകളുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ സ്ത്രീകൾ അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഏറ്റവും നല്ല സ്ഥാനമായിരിക്കണം നമ്മുടെ മനസ്സിൽ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഇന്നമൻ നിസാഉ ശഖാഇഖുർ റിജാൽ, സ്ത്രീകൾ പുരുഷന്മാരുടെ എന്താണ് അതേ ഭാഗം തന്നെയാണ്. പക്ഷെ പുരുഷന്മാരെ പോലെ തന്നെയാണ് സ്ത്രീകൾ എന്നുള്ളത്, പുരുഷന്മാരെ പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ പുരുഷന്മാർക്ക് എന്തൊക്കെ വിധിവിലക്കുകൾ ദീനുൽ ഇസ്ലാമിലുണ്ടോ അതൊക്കെ ആർക്കും ബാധകമാണ്, സ്ത്രീകൾക്കും ബാധകമാണ്. ചില കാര്യങ്ങളിൽ മാത്രം, ചില വിഷയങ്ങളിൽ മാത്രം. പൊതുവെ മൊത്തത്തിൽ പറയുമ്പോൾ സ്ത്രീയും പുരുഷനൊക്കെ എല്ലാ വിധിവിലക്കുകളിലും ഒരേപോലെയാണ്. ചില കാര്യങ്ങളിൽ സ്ത്രീകളുടെ പ്രത്യേകം അവരുടെ ദൗർബല്യം പരിഗണിച്ചുകൊണ്ട്, അവരുടെ തൊബീഅത്തിന്റെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട്, അവർക്ക് സമൂഹത്തിൽ അള്ളാഹ് നിശ്ചയിച്ച സ്ഥാനം വ്യത്യാസമുള്ളത് കൊണ്ടൊക്കെ അവർക്ക് ചില വിഷയങ്ങളിൽ എന്തുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ പുരുഷന്മാർ ഉറങ്ങല്ലേ, ശ്രദ്ധിക്കുക. ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്ത്രീകളോട് അങ്ങേയറ്റം റഹ്മത്തോടുകൂടി പെരുമാറും. അതിലേറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അറിയപ്പെട്ടൊരു ഹദീസാണെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാ, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകളാണ്. അന ഖൈറുക്കും ലി അഹ്ലി, എൻ്റെ കുടുംബത്തോട് ഞാൻ ഏറ്റവും നല്ല രൂപത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ കുടുംബക്കാർ, കൂട്ടുകാർ, നാട്ടുകാർ, അയൽക്കാർ, ഇവരോടൊക്കെ നമ്മളെ പറ്റി ചോദിച്ചാൽ നല്ല സർട്ടിഫിക്കറ്റാണ് അല്ലേ, വളരെ നല്ല, അവൻ നല്ലവനാണ്, നല്ല പെരുമാറ്റമാണ്, അവനെപ്പറ്റി ഒരു മോശവും പറയാനില്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാവർക്കും നമ്മളെപ്പറ്റി വളരെ നല്ലത് മാത്രമേ പറയാനുണ്ടാവൂ. പക്ഷെ നമ്മുടെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചാണ് പറയാനുള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരിക്കുള്ള സ്വഭാവം എന്നുള്ളത് നമ്മൾ ഭാര്യയോട് കാണിക്കുന്ന സ്വഭാവമാണ്. വീട്ടിനകത്ത് നമ്മൾ പെരുമാറുന്ന സ്വഭാവമാണ്, അതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ തനി നിറം എന്ന് പറയാറുണ്ട്. ഒരു മനുഷ്യന്റെ ശരിക്കുള്ള തനി നിറം കാണാൻ വീട്ടിനകത്താണ്. ഭാര്യയും വീട്ടുകാരും മാത്രമേ ഒറ്റയ്ക്കാകുമ്പോഴാണ്. ബാക്കി പുറത്ത് കാണിക്കുന്നതൊക്കെ തകല്ലുഫാത്തുകളാണ്, ഒക്കെ ഫോർമാലിറ്റീസാണ്. എല്ലാം കുടുംബക്കാരോടാണെങ്കിലും കൂട്ടുകാരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലും ഒക്കെ ഫോർമാലിറ്റീസാണ്. ഒരു മനുഷ്യന്റെ ശരിക്കുള്ള സ്വഭാവം അത് വീട്ടിനകത്ത് ഭാര്യയോട് പെരുമാറണം. അതാണ് അയാളുടെ ശരിക്കുള്ള തനിച്ച സ്വഭാവം. യാതൊരു കലർപ്പില്ലാത്ത, ഫോർമാലിറ്റീസ് ഇല്ലാത്ത, കാണിച്ചുകൂട്ടലുകളില്ലാത്ത യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് വീട്ടിനകത്ത് ഭാര്യയോടുള്ള പെരുമാറ്റം. അവിടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയം, സ്ത്രീകളുടെ ദീനുൽ ഇസ്ലാമിലുള്ള സ്ഥാനം നമ്മൾ ഒരിക്കലും
പരിഗണിക്കാതിരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീകളെ പരിഗണിക്കുന്ന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഒന്നിലധികം വിവാഹം കഴിച്ച ആളുകൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാതിരിക്കാമെന്ന്. ഭാര്യമാർക്കിടയിൽ നീതി കാണിക്കാതിരിക്കാമെന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമുക്ക് പരിചയമുള്ള പല ആളുകളിലും ധാരാളം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പലരിലും, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പലരിലും ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. രണ്ടാമത്തെ വിവാഹമോ മൂന്നാമത്തെ വിവാഹമോ ഒക്കെ കഴിച്ച് അവർക്കിടയിൽ നീതി പാലിക്കാതെ പല പ്രശ്നങ്ങളായി പലരെയും ഒഴിവാക്കേണ്ടി വന്ന ചരിത്രങ്ങൾ നമുക്കിടയിൽ പലരിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഒരാൾ എന്ത് ചെയ്യണം? ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ നിർബന്ധമായ നീതി പാലിക്കണം. നിർബന്ധമായ നീതിയും നിർബന്ധമല്ലാത്ത നീതിയും എന്താണത്? രണ്ടു തരം നീതികൾ നാം ശ്രദ്ധിക്കണം. അപ്പോൾ ആയത്ത് വായിച്ച് നമുക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു പറയുന്നത് എന്താ? ഫൈൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദതൻ. നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്ത്രീയെ മാത്രം എന്ത് ചെയ്താൽ മതി? വിവാഹം കഴിച്ചാൽ മതി. ഒരു സ്ത്രീയെ മാത്രം നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതി എന്ന് അല്ലാഹു പറയാം. ഈ നീതി വാജിബായ നീതിയാണ്. ഈ നീതി വാജിബായ നീതിയാണ്. എന്നാൽ വാജിബല്ലാത്ത മറ്റൊരു നീതിയുണ്ട്. വാജിബല്ലാത്ത മറ്റൊരു നീതിയുണ്ട്. അതെന്ത് നീതിയാ? വലൻ തസ്തതിഉ അൻ തഅദിലു വലൗ ഹറസ്തും. നിങ്ങൾക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നിങ്ങൾ പരിശ്രമിച്ചാൽ പോലും, ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി പാലിക്കാൻ സാധിക്കുകയില്ല എന്നല്ല പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് അല്ല പറയുന്നത് നീതി പാലിക്കാൻ സാധിക്കും. ഇനി സാധിക്കില്ല എന്ന് പേടിയുണ്ടെങ്കിൽ ഒന്ന് മാത്രം എന്ത് ചെയ്യുക? നിങ്ങൾ കഴിക്കുക. രണ്ടാമത്തത് കഴിക്കണ്ട. രണ്ടാമത്തെ വിവാഹം കഴിക്കണ്ട. മറ്റൊരു സന്ദർഭത്തിൽ അള്ളാഹു പറയണം, നിങ്ങൾക്ക് നീതി പാലിക്കാൻ സാധിക്കുകയില്ല. നീതി പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അള്ളാഹു പറയണം. എന്താ ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം?